ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോളിഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ. അതായത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ പോച്ചു സ്കൂളിൽ പോയി. അപ്പോൾ ഞങ്ങൾ ചേലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഇതേതാ സ്കൂള്? ഇപ്പൊ കുറെ യൂണിഫോംസ് മാറ്റിയാണ്ടേ അറിയണില്ല ഏത് സ്കൂളിൽ. ഞങ്ങളുടെ ഇങ്ങാലോടെ മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ അത്. ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം. സിജിൻ ചേട്ടൻ്റെ കൂടെ ഇവരിന്നലെ ഒരു ഡാൻസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും കട പൊളിക്കലും അങ്ങനെ വീതി കൂട്ടുക റോഡിന്. ഞങ്ങളുടെ വീട്ടിലെ കിണറേ ഇങ്ങനെ ഇത്തിരി കേടായിട്ടിരിക്കുക. വെള്ളം കുറച്ച് ഉപയോഗിക്കാതെ. അപ്പം നമ്മൾ കുറച്ച് നാളായില്ല അവിടെ നിന്നിട്ട്, അപ്പോൾ ഉപയോഗിക്കാണ്ട് ഒരു സുഖമില്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞങ്ങൾ കരി ഉണ്ടല്ലോ, കരിക്കട്ട, അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം അവലൊരു കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, കടയൊക്കെ പൊളിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പം ഞങ്ങളത് വാങ്ങി കരിക്കട്ടയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ക്ലിയർ ആവുന്നു കേൾക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇങ്ങനെ റാലി പോലെ ഉണ്ടായതാണ് കേട്ടോ. ഈ പോണത് അതാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ ആദ്യം ചന്തയിൽ പോയി. അവിടെ നോക്കിയപ്പോൾ അവിടെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഡാണാവിൽ വന്ന് വാങ്ങി. അങ്ങനെ അപ്പോൾ നമ്മൾ കിണർ ക്ലിയർ ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്യാമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ കരിക്കട്ട കിട്ടീന്. അപ്പോൾ പീലോ അതെടുത്തിട്ട് അവളുടെ കൈമ നിറയെ കരിയായത്. അപ്പോൾ ചേട്ടൻ കൈ കഴിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ചണത്തിൻ്റെ ചാക്കില്ലേ, സാധാരണ ചാക്കില്ലേ, അങ്ങനത്തെ എടുക്കാനാണ് പറഞ്ഞപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സഞ്ചി ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്മാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് ഏകദേശം ചാക്ക് പോലത്തെ ഒരു സഞ്ചിയാണ്. അപ്പോൾ അങ്ങനത്തെ എടുക്കാമെന്ന് ചോദിച്ചു. അതിലിങ്ങനെ വെച്ച് നമ്മൾ കെട്ടി, ഒന്നില്ലെങ്കിൽ ഉപ്പ് ഇതിൽ ചേർക്കുക, അല്ലെങ്കിൽ ഉപ്പ് വേറെ ഇടുക. അങ്ങനെ കയറ് കെട്ടി ഇറക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 1 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ ആദ്യം അത് കഴുകി വീണ്ടും ഇറക്കി വയ്ക്കുക. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. പിന്നെ വേണമെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും വെള്ളം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂ. അപ്പോൾ ഇതാണ് കേട്ടോ കരിക്കട്ട. പിന്നെ നമുക്കത് കഴുകി ഉണക്കി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതാണ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അത് അത്ര വിലയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കിണറ്റിൽ ഇറക്കിയത്. പിന്നെ പീല് സമ്മതിക്കേണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടോ. ഞാൻ ഹെയർ കുറച്ച് നാളായി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു. അപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ബോട്ടോക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം പോകാറുള്ള പാർലർ തന്നെയാണ് തൃശ്ശൂർ, അവിടെ തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ പോവും. അവരുടെ പ്രോഡക്റ്റ്സൊക്കെ സൂപ്പറാണ്. ഇങ്ങാളോടെയും പോകാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ പീലുവിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് അവരുടെ ഫേഷ്യൽ റൂമിൽ വന്നതാണ്. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ വീഡിയോ എടുത്തതാണ്.
ബോട്ടോക്സ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, എന്തായാലും ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ 3 പ്രാവശ്യം ഏകദേശം കളർ ചെയ്തിട്ടുണ്ട് ഹെയർ. അപ്പോൾ ഒന്ന് ചേഞ്ച് മുടിക്കൊന്ന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ട്. പിന്നെ ഞങ്ങൾ വെസ്റ്റ് സൈഡിലേക്കാണല്ലോ വന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ തിരിച്ചു പോന്നു. പതുക്കെ മീൻസ് ഒത്തിരി വൈകിട്ടോ. പിന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു, ഓണത്തിൻ്റെ ആണോ എന്തോ അറിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് ഡ്രസ്സസൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ചേട്ടന് കുറച്ച് ഓഫീസ് വെയർസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് പോന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.